നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സത്യ, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയാണെന്ന് പോലീസ് അറിഞ്ഞാൽ പണിയാവൂലേ? പണി കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി അതിന്ന് എങ്ങനെ തല ഊരാന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഏട്ടാ, അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കും. അനു, ലച്ചുമോള് വിച്ചുമോന്റെ കൂടെ കളിക്ക. ഞങ്ങള് പോകുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടില്ല. മോളെ ചേച്ചി, അച്ഛനമ്മ ഒരുമിച്ച് പോകുന്ന കണ്ടാലേ അവള് ചിലപ്പോ വരാൻ വാശി പിടിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴേ ലച്ചുമോള് നിങ്ങളുടെ കൂടെ വരാൻ അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല. പിന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും പുറത്തു പോകുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുപോകായിരുന്നു. അല്ലേ അനു ചേച്ചി? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്പിളി ചേച്ചി കൺഫ്യൂഷൻ ആക്കണ്ട. ചേച്ചി രഘുവേട്ടന്റെ കൂടെ ധൈര്യമായിട്ട് പോയിട്ടു വാ. മോളെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ അങ്ങനെ ജോലി അടിക്കാൻ പോകുന്നതൊന്നും അല്ല ചീരു. രഘുവേട്ടൻ ആരെയൊക്കെയോ കണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുണ്ട്. എന്നെപ്പോലും കൂടെ കൊണ്ടുപോകാൻ രഘുവേട്ടന് താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ നിർബന്ധപൂർവ്വം കൂടെ കൂടിയതാ. രഘുവേട്ടൻ വീണ്ടും പോയി കുഴപ്പത്തിലൊന്നും ചാടാതിരിക്കാൻ. ശരിയാ. നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. എന്താ അല്ലേ? ആഹാ, നിങ്ങൾ പോവാറായോ? അച്ഛാ, നമ്മള് റെന്റിന് താമസിച്ച വീട്ടിൽ നിന്ന് അഡ്വാൻസ് തിരിച്ചു കിട്ടാനുണ്ടായിരുന്നില്ലേ? ആ ഹൗസ് ഓണറെ കണ്ട് അതും കൂടി വാങ്ങിക്കണം. അതുറപ്പായിട്ട് വാങ്ങിക്കു വച്ചാ. നമുക്കൊരു വീഴ്ച വന്നപ്പോ മുഖത്ത് നോക്കി വീട് ഒഴിയണമെന്ന് പറഞ്ഞ മഹാനല്ലേ. രഘുവേട്ടൻ വേണ്ടാന്ന് വെച്ചാലും ആ കാശ് ഞാൻ പോയി വാങ്ങിക്കു വച്ചാ. ഞാനതിന് കിട്ടാനുള്ള കാശ് വേണ്ട നോക്കണം. എന്നോടാരും അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചിട്ടില്ലല്ലോ. എന്നുവെച്ച് എവിടെയും ചെന്ന് വഴക്കിനും വക്കാണത്തിനും നിൽക്കരുത്. നീ ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. വീണ്ടും എന്തെങ്കിലും ഒരു കേസും കൂടി ഉണ്ടായാ നീ പോലീസിന്റെ കോടതിന് മുമ്പിൽ നോട്ടപ്പുള്ളിയാവും. എനിക്കറിയാം അമ്മാവ. ഞാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനാ. ഒരു 10 ലക്ഷം രൂപയ്ക്ക് അമ്മാവനും എനിക്ക് വേണ്ടി ഒരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തിട്ടില്ലേ? പറ്റിയ ഇന്ന് തന്നെ അവരെ കൂടി ഒന്ന് കാണണം. അത് വേണോ? കയ്യിൽ പണമില്ലാതെ അവരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുക്കണോ? എന്നെ അവരൊന്നും ചെയ്യില്ല അമ്മാവ. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ അവരുടെ അടുത്തേക്ക് പോവുള്ളൂ. ലച്ചു, എന്തെങ്കിലും ആവശ്യം വന്നാ ദാസിനെയോ ശബരിയോ വിളിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങ് തിരിച്ചെത്താനും നോക്കണം. ശരി അമ്മാവ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ. പോയിട്ട് വരാം. ശരി. ചിരു, ശരി. അനു, ശരി ചേച്ചി. വാച്ച ഇരിക്കും. മോള് ചായ കുടിച്ചോ? കുടിച്ചു. കാര്യങ്ങള് അത്ര നിസ്സാരമല്ല. ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവർ കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. മരിച്ചയാളുടെ ബന്ധുക്കളും പാർട്ടിക്കാരും പുറത്തു നിൽപ്പുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നു സർ. അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ആക്സിഡന്റ് മരിച്ചയാളുടെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. പക്ഷേ അവന്മാർക്ക് വേണ്ടത് പണമാണ്. അതിനു വേണ്ടിയുള്ള ഒച്ചയും ബഹളമാണ് പുറത്ത്. നിങ്ങൾ കണ്ടതല്ലേ? സർ, നമ്മൾ എന്താ സർ ചെയ്യുക? വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. കേസിന് പോയാൽ അത് പ്രശ്നമാവും. ഡ്രൈവറും വണ്ടി ഓണറും ട്രാൻസ്പോർട്ട് കമ്പനിയും എല്ലാവരും അതിൽപ്പെടും. അതുകൊണ്ട് കേസില്ലാതെ ഒതുക്കുന്നതായിരിക്കും ബുദ്ധി. പ്രശ്നമൊന്നും ഉണ്ടാവാതെ സാർ ഒന്ന് സെറ്റിൽ ചെയ്ത് തരൂ. ഒരു തുക പ്രതീക്ഷിച്ച് അവർ നിൽക്കുന്നേ. അല്ലാതെ
മരിച്ച ആളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. സാർ അവരുമായിട്ടൊന്ന് സംസാരിക്കാവോ? എന്താ അവരുടെ ഡിമാൻഡ് എന്ന് അറിയില്ലല്ലോ. അതെ സർ, ട്രാവൽസ് ഇപ്പോൾ പെങ്ങളുടെ പേരില. അവളെ സ്റ്റേഷനിലും കോടതിയിലും കയറ്റാൻ ഇടയാവരുത്. ശരി, ഞാനവരോട് സംസാരിക്കാം. ആ ശരി സാർ. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് ഇവൾക്ക് ഒരേ വാശി. അതാ കൂടെ പോന്നെ. നന്ദി പറയാനോ? എന്തിനാ അമ്പിളി നന്ദിയൊക്കെ? രഘുവേട്ടനെ പുറത്തിറക്കാൻ മനസ്സ് കാണിച്ചതിന് എങ്ങനെ അതിന് നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളില് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. സന്തോഷം. പക്ഷേ ഞാൻ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് പണത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു സഹായം ചെയ്യാൻ സാധിച്ചാ അതൊരു സന്തോഷമായിരിക്കും. പക്ഷെ പണം കയ്യിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ദൂർത്തടിച്ച് കളഞ്ഞാൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കാത്തവരുടെ ഈ കാലത്ത് സാറിനോട് ദ്രോഹം മാത്രം ചെയ്ത എനിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത്. അതെ, ഗോകുലിന്റെ നിരപരാധിത്വം മനസ്സിലാക്കാതെ ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. അതിന് മാപ്പ് പറയാൻ വേണ്ടി കൂടിയാ ഞാൻ വന്നത്. അതിന് നിങ്ങളെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഏട്ടന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങളൊക്കെ ഏട്ടനെ തെറ്റിദ്ധരിച്ചത്. അതെ, ആരായാലും നിങ്ങൾ ചിന്തിച്ച രീതിയിലേ ചിന്തിക്കൂ. സ്വന്തം മകനായിട്ട് പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ തെറ്റിദ്ധരിച്ചു. ഗൂഗിൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മഞ്ചാടിക്കെതിരെ അവനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. കാരണം മഞ്ചാടി അവൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും ആരോളം മോശം പറയുന്നത് അവന് സഹിക്കില്ല. എന്റെ മോനെ ആരും മനസ്സിലാക്കിയില്ല. മടുത്തിട്ട് അവൻ ഇവിടെ വിട്ടു പോയത്. പക്ഷെ എന്നിട്ടും കരയാതെ അമ്മ. ആന്റി വിഷമിക്കണ്ട, ഞാൻ വാക്ക് പറഞ്ഞില്ലേ. ഗോകുലിനെ നമ്മൾ പുറത്തുകൊണ്ടുവന്നിരിക്കും. അതിന് ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. തുമ്പോ? എന്ത് തുമ്പ്? പറ, അതറിയാൻ കൂടിയാ ഞാൻ വന്നേ. അത് പിന്നെ രഘുവേട്ടാ, അന്ന് ആ സംഭവം ഉണ്ടായ ദിവസം ഹോട്ടൽ റൂമിൽ നിന്നൊരു മൊബൈൽ ഫോൺ അന്ന് അവിടെ ജോലി ചെയ്ത റൂം ബോയ്ക്ക് കിട്ടിയിരുന്നു. ഗൂഗിളിന് നിരപരാധിത്വം അറിയാവുന്ന ഹോട്ടൽ മാനേജരാ ഈ വിവരം എന്നെ അറിയിച്ചത്. എന്നിട്ട് ആ ഫോൺ റൂം ബോയ് ഒരു മെക്കാനിക്കിനെ ഏൽപ്പിച്ചെന്നാ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു. ആ ഫോൺ കിട്ടിയ ഗൂഗിളിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് അതിലുണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നത്. അല്ല, രഘുവിന് എന്താ തോന്നുന്നത്? ഹേമന്ത് പറഞ്ഞാൽ കാര്യമുണ്ട്. നമുക്കേതായാലും ആ ഫോം വീണ്ടെടുക്കണം. ചിലപ്പോ ഈശ്വരനായിട്ട് കാണിച്ചെന്ന വഴിയാവും. എന്നാ നമുക്ക് ആ മെക്കാനിക്കിനെ പോയി കണ്ടാലോ രഘുവേട്ടാ? ആ, എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. ഇനിയും സമയം കളയാൻ പാടില്ല. അമ്പിളി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. ശരി രഘുവേട്ട, രഘുവേട്ടൻ പോയിട്ട് വാ. സാറേ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ആ മെക്കാനിക്കിനെ കണ്ട് സംസാരിച്ച് അയാൾക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെയെങ്കിലും ആ ഫോൺ മേടിച്ചെടുക്കണം. മാക്സിമം ശ്രമിച്ചു നോക്കാം. എന്നാ നമുക്കിറങ്ങാം. ശരിപ്പോ. ഇരിക്കേ. ആ,
ഞാൻ അവരോട് സംസാരിച്ചു. അവര് 25 ലക്ഷം വേണമെന്നുള്ള പിടിച്ച പിടിയിൽ അങ്ങനെ നിൽക്കുക. ഏട്ടാ ഒരുവിധം സംസാരിച്ച് 15 ഒതുക്കിയിട്ടുണ്ട്. സർ 15 ലക്ഷോ? അതെ, 2 ദിവസം കൊണ്ട് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യണം. സർ, ഞങ്ങളിപ്പോ നല്ല ടൈറ്റിലാ. ഇത്രയും എമൗണ്ട് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലല്ല. അതെ സർ. സർ, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ? നടക്കില്ല ഇന്ദ്ര. എത്രയും പെട്ടെന്ന് ക്യാഷ് സെറ്റിലാക്കാൻ നോക്കും. പിന്നെ ട്രാവൽസ് നിങ്ങളുടെ പെങ്ങളുടെ പേരിലായതുകൊണ്ട് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം തരണം സർ. 2 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ഇതിനി വെച്ച് നീട്ടിക്കൊണ്ടിരുന്ന അവരത് വിഷയാക്കും. പിന്നെ ഈ സെറ്റിൽമെന്റ് പോലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നതാ. ഇനി എന്താ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. ശരി സർ, 2 ദിവസം ഞാൻ ക്യാഷ് തരാം. ഓക്കെ, എങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. താങ്ക് യു സർ. ഓക്കെ. വാസന എത്ര? 150. അയ്യോ, ആരൊക്കെയാ ഇത്? മോളെ സോനെ, എത്ര നാളായി മോളെ ഭാനുവന്ന് നിന്നെ ഒന്ന് കണ്ടിട്ട്. മുത്തശ്ശിയുടെ കുഞ്ഞാവേ, വാ 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 വാവേ. എന്നാലും ശ്യാമോന് സോനമോളുടെ ഒപ്പം ഇവിടെ വരാൻ ഭാഗ്യമുണ്ടായല്ലോ. വാ മോളെ, കേറി വാ. വാ, ചെമ്മടിക്കണ്ട. അല്ല ആന്റി. അവൾ അടുക്കളയിലാ, ഞാൻ വിളിക്കാം. സുശീലേ, ഒന്നിങ്ങ് വന്നേ. ആരൊക്കെയാ വന്നേക്കുന്നേന്ന് നോക്കിയേ. ശ്യാം ധൈര്യമായിട്ട് കേറുവാ, ഇത് എന്റെയും കൂടി വീടാ. അവിടെ നിക്ക്. ഇത്ര വേഗം കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോന്നോ? അവിടെ ഒറ്റയ്ക്ക് മലമറിക്കുമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താ കുഴപ്പം? നീ എന്ത് രഘു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? വിനയൻ ഇവിടെ വന്നുണ്ടാക്കിയ പുകലൊക്കെ നിന്നോട് അമ്പിളി പറഞ്ഞു കാണുമല്ലോ. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല ചാ. പറഞ്ഞ രഘുവേട്ടൻ പോയി വിനയനെ ചിലപ്പോ തല്ലിക്കൊല്ലൂന്ന് ഞാൻ പേടിച്ചു. അത് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിനയൻ തന്നെ എന്നോടൊന്ന് പറഞ്ഞമ്മവാ. അവൻ പറയുന്നത് സത്യം കാരണം അവൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യം ഇനി പറഞ്ഞിട്ടെന്താ? ചീരു എത്രയും വേഗം വിനയന്റെ വീട്ടിൽ പോയി കുടുംബമായിട്ട് ജീവിക്കണം. രഘുവിന് എന്താ പറ്റിയേ? അവൾക്ക് ഇനി വിനയന്റെ കൂടെ പോയി ജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. എന്താ ചേച്ചി ഇതൊക്കെ? രഘുവേട്ടനും വിനയനും കുറച്ചു നേരം തനിച്ച് സംസാരിച്ചിരുന്നു. അവൻ വല്ല കൈവിഷം തന്നു രഘുവേട്ടൻ നിങ്ങൾക്ക്? അവൻ എന്തിനാ എനിക്ക് കൈവശം തരുന്നേ? ഇത് ആവശ്യം മാത്രമല്ല, ചീരുവിന്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോവാതിരിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാ. എന്നുവെച്ചാ വിനയനെ മാറ്റി നിർത്തി നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതാണോ ചീരുവിനെ സ്വീകരിക്കണോന്ന്? ഇതിനാണോ നിങ്ങൾ എന്നെ അവിടേക്ക് വിളിച്ചോണ്ട് പോയത്? ഇനിയിപ്പോ എന്ത് കരുതലും കുഴപ്പമില്ല. ചീരു തിരിച്ചു പോയാ വിനയൻ അവളെ 2 കൈ നീട്ടി സ്വീകരിക്കും. അതുപോലെ പോരെ രഘുവേട്ടാ, അത് പോരാ. പെണ്ണിന് പെണ്ണിന്റേതായ വ്യക്തിത്വവും അഭിമാനവും ഉണ്ട്. അത് സംരക്ഷിക്കാൻ ഞങ്ങളുടെ അച്ഛൻ കൂടെയുള്ളപ്പോ വേറെ ആരുടെ മുന്നില് മുട്ടുമടക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതേ രഘു, ഒരു കുടുംബം നിലനിന്നു പോവാൻ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് സ്ത്രീ തന്നെ. എന്റെ മക്കളെ ഞാൻ അതിനെ നിർബന്ധിച്ചിട്ടുണ്ട്.
അവരെല്ലാം എന്നെ അനുസരിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്റെ മക്കള് ക്ഷമിക്കും തോറും സഹിക്കും തോറും അവരെ പിന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? ഞാൻ മരിച്ച് മണ്ണടിയും മുമ്പ് എന്റെ മക്കളുടെ മേൽ ഒരു തരി മണ്ണ് വീഴുന്ന കാണാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഇനി ഞാൻ എന്റെ മക്കളുടെ കൂടെ. അവർക്കാർക്കും ഇഷ്ടമല്ലാത്തൊരു കുടുംബ ജീവിതത്തിനെന്നല്ല ഒന്നിനും ഞാൻ അവരെ നിർബന്ധിക്കില്ല. എന്റെ കാലം വരെ എന്റെ മക്കളെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്പിളി ചേച്ചി എത്തിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്തു പറ്റി? എന്താ രണ്ടാളുടെ മുഖം അല്ലാതിരിക്കുന്നത്? എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ചേച്ചി? ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം? നീ വാ വാ. ഇന്ദ്രന്റെ സത്യന്റെ മാനസികാവസ്ഥ ഇപ്പൊ അങ്ങനെയാ. ഈ സാഹചര്യത്തിൽ എല്ലാം അറിയാവുന്ന നമ്മൾ വേണ്ടേ അവരോട് ക്ഷമിക്കാൻ? അതുകൊണ്ട് മാത്രമാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നേ. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നിനക്കറിയാലോ. അറിയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ദ്രന്റെ കാര്യം ഓർക്കുമ്പോ സഹതാപം തോന്നുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാ ഇന്നത്തെ അവസ്ഥയിലേക്ക്. എന്നിട്ടിപ്പോ വീണ്ടും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയില. ബുദ്ധിപൂർവ്വം നോക്കിയാ എല്ലാ പ്രശ്നങ്ങളും എളുപ്പം സോൾവ് ആക്കാൻ പറ്റും. പക്ഷേ അതിന് കണ്ണ് തുറന്ന് ചുറ്റും നോക്കണം. രവിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഹർഷേ, ഇന്ദ്രനും സത്യനും രക്ഷപ്പെടാനുള്ള വഴി അവരുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ അവരത് അറിയുന്നില്ല. ഒന്ന് തെളിച്ചു പറ രവിയേട്ട. ഈ സമയത്ത് ഇന്ദ്രനെ സഹായിക്കാൻ പറ്റിയ അത് വലിയ കാര്യം തന്നെയാ. ഒരു തരത്തിൽ പറഞ്ഞ അറിഞ്ഞോ അറിയാതെയോ ഇന്ദ്രന്റെ ഈ അവസ്ഥയ്ക്ക് നമ്മളും കാരണക്കാരാണല്ലോ. ഇൻഷുറൻസും ടാക്സും അടയ്ക്കാൻ രവിയേട്ട മറന്നതല്ലേ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാര്യം കാരണമൊക്കെ ഹർഷയ്ക്ക് അറിയാവുന്നതാണല്ലോ. ഇനി അത് എന്നെ കൊണ്ട് പറയിക്കണം. രവിയേട്ടൻ ദേഷ്യം പിടിക്കാൻ പറഞ്ഞതല്ല, ഞാൻ കാരണം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും രവിയേട്ടൻ ഇന്ന് കാര്യം പറ. ഇന്ന് വരുന്ന വഴിക്ക് വെച്ച് ഞാൻ സത്യനെയും മനീഷയും കണ്ടായിരുന്നു. അവര് വഴി സംസാരിച്ച് നിൽക്കുമായിരുന്നു. അവരുടെ ആ നിൽപ്പും സംസാരമൊക്കെ കണ്ടിട്ട് അവർക്കിടയിൽ പ്രശ്നമൊന്നും ഇല്ലാന്നാ തോന്നുന്നേ. സത്യൻ ഇപ്പോഴും മനീഷയെ എല്ലാത്തിനും സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യാറുണ്ട്. എങ്കിൽ പിന്നെ അവരെയും ഒന്നാക്കിക്കൂടെ? സത്യനും മനീഷ ഒന്നിച്ച ഇന്ദ്രന്റെയും കുടുംബത്തിന്റെയും എല്ലാ സാമ്പത്തിക ബാധ്യതകളും തീരും. അത് ശരിയാണല്ലോ. ആ കനകരാജിന്റെ കയ്യിൽ കോടികളുടെ ആസ്തിയാ. അതെല്ലാം മനീഷയ്ക്ക് അവകാശപ്പെട്ടതാ. അതെ, അതാ ഞാനും ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ബോണസ് കൂടിയുണ്ട്. മനീഷയ്ക്ക് ജീവിതത്തിൽ ഒരു തെറ്റുകൂടി പറ്റിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സത്യന് അവൾക്ക് മുന്നിൽ വില കൂടുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ അത് കൂടുതൽ ഗുണവും ചെയ്യും. അതുകൊണ്ട് തന്നെ സത്യനൊന്ന് മനസ്സ് വെച്ചാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാം. ശരിയാ. പക്ഷേ സുശീലാന്റെ ഇതിന് സമ്മതിക്കുമെന്നാ സംശയം. അവർക്ക് സമ്മതിച്ചാലെന്താ? ദുരഭിമാനം വെച്ചോണ്ടിരുന്ന പ്രശ്നം ഗുരുതരാവും. സോനയും ഇന്ദ്രനും ജയിലിൽ പോകേണ്ടിയും വരും. ഇനിയിപ്പോ സത്യന്റെയും മനീഷയുടെയും വിവാഹം നടത്താൻ താല്പര്യമില്ലെങ്കിലും സാരമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യം ചോദിച്ചാ ആ കനകരാജ് എത്ര ലക്ഷം രൂപ വേണേലും കൊടുക്കില്ലേ? അത് ശരിയാ. നീ ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇന്ദ്രനോടൊന്ന് സൂചിപ്പിക്കേ. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം, അതാ നല്ലത്. വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക.
ഹർഷയാണല്ലോ. ഹലോ. ഹലോ ഇന്ദ്ര, ഇന്ദ്ര നീ എവിടെ? വീട്ടിലാ. എന്താ ഹർഷേ? ഞാൻ നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? നീ സമാധാനത്തോടൊന്ന് കേൾക്കണം. ഇപ്പോഴത്തെ നിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ഹർഷേ? കാര്യം പറ. ഒന്നാമതേ ഓരോന്നോർത്ത് തലവരുത്തിരിക്കുക. എനിക്കറിയാം, ഇപ്പം നിനക്ക് വേണ്ടത് പണമാ. ഒന്ന് മനസ്സ് വെച്ചാലേ എല്ലാ പ്രശ്നങ്ങളും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു വഴി നേരിൽ കണ്ടിട്ടാ രവിയേട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നീ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. ഇന്ദ്ര, സത്യനും മനീഷയും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തില്. അവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ നിന്റെ എല്ലാ പ്രശ്നവും അവസാനിക്കും. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? സത്യന്റെ പെരുമാറ്റം കണ്ടാലറിയാം മനീഷയോട് ഒരു താല്പര്യക്കുറവും ഇല്ലെന്ന്. പിന്നെ നിനക്കെന്താ പ്രശ്നം? മനീഷയുമായിട്ട് യോജിച്ചാലേ കനകരാജ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കും. നീ പറയുന്നതൊക്കെ ശരിയാ. സത്യൻ അവരുടെ എല്ലാ കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്നുമുണ്ട്. പക്ഷേ അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നത് അമ്മയ്ക്ക് അംഗീകരിക്കാനാവില്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ അഭിമാനമില്ലേ? സത്യനെ വേണ്ടാന്ന് വെച്ച് മറ്റൊരുത്തിനെ തേടിപ്പോയ ആളാ മനീഷ. അവളെ വീണ്ടും സ്വീകരിച്ചാലേ വേണ്ട, അതൊന്നും ശരിയാവില്ല. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കിന്ദ്ര. ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനമാണ് ഇപ്പൊ വേണ്ടത്. ദുരഭിമാനവും പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നാളെ പോലീസ് വന്ന് ഇന്ദ്രനെ സോനയെ അറസ്റ്റ് ചെയ്താ എന്തായിരിക്കും അവസ്ഥ? അത് ഇന്ദ്രന്റെ അമ്മയ്ക്ക് അഭിമാനമാണോ? ഇന്ദ്രൻ ആന്റി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കനകരാജിന്റെ കയ്യിൽ നിന്നും സത്യനെ കൊണ്ട് പണം വാങ്ങിച്ച് പ്രശ്നങ്ങൾ വേഗം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്ക്. ദുരഭിമാനവും പറഞ്ഞ് സമയം കളയുമ്പോ സോനയുടെ കാര്യം മറക്കണ്ട. അവളൊരു പെണ്ണ. ജയിലിൽ കയറേണ്ടി വന്നാ അത്രയ്ക്കങ്ങ് നന്നാവില്ല. ഞാൻ പറയാനുള്ളത് വിളിച്ചു പറഞ്ഞു. ബാക്കി നീ എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിച്ചു. പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി കിട്ടുമ്പോ അതിന് നേരെ മുഖം തിരിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. അത് നീ ഓർത്താ മതി. ഇന്ദ്രൻ എന്ത് പറഞ്ഞു? അവർക്കേ അഭിമാന പ്രശ്നം. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ആ ബാക്കി എന്താന്ന് വെച്ചാൽ അവർ സ്വയം തീരുമാനിക്കട്ടെ. അതെ, അതാ നല്ലത്. നീ എന്താ മോനെ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മനീഷയെ ഇനി എന്റെ കുടുംബത്തിൽ കയറ്റണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലല്ലോ അമ്മ. ആ ഒരു വഴിയുണ്ട്. നമുക്ക് സത്യനെ കൊണ്ട് കനരാജ് സാറിനോട് സംസാരിപ്പിക്കാം. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് പണമാണ് മുഖ്യം. അതിപ്പോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങണം. അതിന് സത്യം സമ്മതിക്കോ? അവനോട് ഞാൻ സംസാരിക്കാം. പിന്നെ പണം ഔദാര്യമായിട്ടൊന്നും വേണ്ട, നമുക്കത് തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ അവര് കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതല്ലേ, അത് എങ്ങനെയെങ്കിലും നികത്താം. സത്യം വന്നും തോന്നുന്നു. ആ നീ ഇപ്പൊ കഴിക്കുന്നുണ്ടോ സത്യ? ഇപ്പൊ വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. എടാ സത്യ, നീ ഇരിക്കെ. ഇന്നെന്താ നീ കട പൂട്ടാൻ വൈകിയ? ഇറങ്ങാറായപ്പോ 1-2 കസ്റ്റമേഴ്സ് വന്നു, അതുകൊണ്ടാ ഞാൻ കുറച്ച് വൈകിയത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അത് പിന്നെ മോനെ, നിനക്കറിയാവുന്ന കാര്യം തന്നെയാ. നമ്മുടെ സോനയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സ് വെക്കണം. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ? എന്താ എന്താ കാര്യം? അല്ല, ഞാൻ തന്നെ പറയാം. നീ എപ്പോഴും ആ കനരാജ് സാറിന്റെ മകളുമായിട്ട് നല്ല അടുപ്പത്തിലാണല്ലോ. എങ്കിൽ പിന്നെ നമ്മുടെ ഈ അവസ്ഥയിൽ ഒന്ന് സഹായിക്കാൻ നിനക്ക് അവരോട് പറഞ്ഞൂടെ?
അമ്മയ്ക്ക് ഇത് എന്നോട് പറയാൻ നാണം തോന്നില്ലേ? ആ, എന്തിനാ നാണിക്കുന്നത്? നിനക്ക് ആ മനുഷ്യൻ കൊണ്ട് ലോകം മുഴുവൻ നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. ആ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് സഹായം ചോദിക്കുന്നതിന് മാത്രം മടിക്കുന്ന എന്തിനാ? ഓ, ഇപ്പൊ അങ്ങനെയായല്ലേ? ഇനിയിപ്പോ ഞാൻ മനുഷ്യ വിവാഹം കഴിക്കുന്നതിന് പോലും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവില്ലല്ലോ അല്ലേ? അതിപ്പോ ഞങ്ങള് പറഞ്ഞാലും അവർക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പം നിനക്ക് താല്പര്യം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അല്ല, ഏട്ടനും കൂടി അറിഞ്ഞോണ്ടുള്ള തീരുമാനമാണോ അമ്മ പറയുന്നത്? സത്യം, അത് പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ മറ്റാർക്കും പറ്റില്ല. ഏതായാലും എന്നെ മുന്നിൽ നിർത്തി കനകരാജൻ സാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാന്ന് കരുതിയിട്ടാണെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾക്കില്ലെങ്കിലും നാണവും അഭിമാനവും എനിക്കുണ്ട്. പിന്നെ എന്റെ ജീവിതം അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെ അത് പരിഹരിക്കാനുള്ള വഴിയും കണ്ടെത്തിയാൽ മതി. നീ ഇത്ര തുള്ളാ മാത്രം ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. ഇതിന് മറുപടി ഞാൻ പറയാത്തതേ അത് അമ്മയായതുകൊണ്ട് മാത്രമാ. ഏട്ടൻ ഇത്രയ്ക്ക് അധപ്പതിക്കൊന്നും ഞാൻ കരുതിയില്ല. വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു എന്നാ?